അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ആൾക്കാരുടെ കാര്യം അത്ഭുതം തന്നെ. തങ്ങളിപ്പോൾ നടക്കുന്ന വഴിക്ക് നടന്ന മുൻഗാമികൾക്കുണ്ടായ അനുഭവങ്ങൾ അവർ കണ്ടു കഴിഞ്ഞു. എന്നിട്ടും അതൊന്നും തങ്ങൾക്കും വരുമെന്നോ അള്ളാഹുവിൻ്റെ നടപടിക്രമം തങ്ങളുടെ കാര്യത്തിൽ മാറ്റി വെക്കപ്പെടുകയില്ലെന്നോ ഉള്ള വിചാരം ഇല്ലാതെ അവർ അതേ വഴിയിലൂടെ തന്നെ മുന്നേറുകയാണ്. എന്നാൽ ഉപ്പു തിന്നും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഓരോരുത്തരുടെയും ചെയ്തികൾക്കും ഉചിതമായ പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അള്ളാഹുവിൻ്റെ നടപടികൾ അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങും. ശിക്ഷയെ ഇത്ര കഠിനമാക്കി തീർത്തതും അവനല്ല, മറിച്ച് അവരുടെ ചീത്ത പ്രവർത്തനങ്ങൾ ഈ കാഠിന്യം വിളിച്ചു വരുത്തിയത്. അങ്ങനെ അവർ ചെയ്തതിൻ്റെ ദോഷങ്ങൾ അവരെ ബാധിച്ചു. അവർ പരിഹസിച്ചു കൊണ്ടിരുന്നത് അവരെ വലയം ചെയ്തു. ഇതുപോലെയുള്ളതുമായ പ്രയോഗങ്ങൾക്ക് ചില അർത്ഥതലങ്ങളുണ്ട്. ആരും ശിക്ഷിക്കപ്പെടുന്നത് അവരവരുടെ കർമ്മഫലങ്ങൾക്ക് പുറത്തുള്ള എന്തിൻ്റെയെങ്കിലും പേരിലല്ല. സ്വന്തം പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് ഓരോരുത്തരും മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് അധപ്പതിക്കുകയാണ്. അങ്ങനെ നിന്ദ്യവും വേദനാജനകരവുമായ ശിക്ഷ അവർക്ക് അർഹരായി ഭവിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.